5 വർഷത്തെ കണ്ണുനീർ, അധികാരികളുടെ പിടിപ്പുകേടിൽ തുരുമ്പെടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾ. ജീവിതം പടുത്തുയർത്താൻ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ സാധാരണക്കാരന്റെ മുന്നിൽ പോലും ഉയർന്നു നിൽക്കുന്ന പ്രതിബന്ധം മറ്റാരുമല്ല, മറിച്ച് നമ്മൾ ഭരമേൽപ്പിച്ച ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്കോ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കോ സംഭവിക്കാത്തത്ര ദുരിതം ഒരു പാവപ്പെട്ടവന് സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ദയനീയമായ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇടുക്കിയിലെ അജീഷ് എന്ന വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ നാം കാണുന്നത് വെറുമൊരു JCBയുടെ കഥയല്ല, മറിച്ച് തകർന്നുപോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കഥയാണ്. വെറും 500 രൂപയുടെ പേരിൽ 30 ലക്ഷം വിലമതിക്കുന്ന തന്റെ ഉപജീവന മാർഗം 5 വർഷമായി വേലുകൊണ്ട് നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരുവന്റെ വേദനയ്ക്ക് ഏത് നീതിപീഠമാണ് മറുപടി പറയുക? അജീഷിന്റെ കൈവശമുണ്ടായിരുന്ന JCB വെറുമൊരു യന്ത്രമായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്ത് വായ്പ എടുത്ത് തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അദ്ദേഹം വാങ്ങിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് 30 ലക്ഷം രൂപ എന്നത് ചെറിയൊരു സംഖ്യയല്ല. എന്നാൽ അധികാരികളുടെ ഒരു നിസ്സാരമായ ഇടപെടൽ ആ യന്ത്രത്തെ 5 വർഷമായി ഒരു തുരുമ്പിച്ച കൂനയാക്കി മാറ്റിയിരിക്കുന്നു. നിയമത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം നടപടികൾ യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ മേലിൽ നടത്തുന്ന ഒരു അക്രമം തന്നെയാണ്. 500 രൂപയുടെ തർക്കം തീർക്കാൻ 5 വർഷം വേണ്ടി വന്നു എന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവേടിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കാലതാമസം ഉണ്ടായത്? അജീഷ് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. നിയമപരമായ നടപടികൾ വേഗത്തിലാക്കാൻ ബാധ്യസ്ഥരായവർ എന്തുകൊണ്ട് കണ്ണടച്ചിരുന്നു? ഈ 5 വർഷത്തിനിടയിൽ ആ JCB കേവലം ഒരു ഇരുമ്പ് കഷ്ണമായി മാറിയിരിക്കുന്നു. മഴയും വെയിലും ഏറ്റ എഞ്ചിൻ നശിച്ചു, ടയറുകൾ കേടായി, ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി. ആ യന്ത്രത്തിൻ്റെ വില ഇന്ന് അജീഷിന് ലഭിച്ചാൽ പോലും 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് ആര് നഷ്ടപരിഹാരം നൽകും? അധികാരത്തിൻ്റെ കസേരയിരിക്കുന്നവർ ഫയലുകൾ വെറുമൊരു കടലാസ് കഷ്ണങ്ങൾ മാത്രമായിരിക്കാം. എന്നാൽ അജീഷിനത് തൻ്റെ ജീവിതത്തിൻ്റെ താളമാണ്. വീഡിയോയിൽ അജീഷ് സംസാരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും നെഞ്ചിൽ തീ കോരിയിടുന്ന അവസ്ഥയാണുള്ളത്. തൻ്റെ മുന്നിൽ കിടന്ന് നശിച്ചു പോകുന്ന ആ വലിയ സമ്പാദ്യത്തെ നോക്കി ഒരു മനുഷ്യൻ അലമുറയിടുകയാണ്. എൻ്റെ ജീവിതം എന്തിനാണ് ഇവർ ഇങ്ങനെ തകർത്തത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഭരണകൂടം ജനങ്ങൾക്കു വേണ്ടിയാണോ അതോ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ നിലനിൽക്കുന്നത്? ഒരു പാവപ്പെട്ടവൻ്റെ സ്വപ്നത്തെ ഇത്ര നിസ്സാരമായി കാണാൻ എങ്ങനെ സാധിക്കുന്നു? നമ്മുടെ നാട്ടിൽ നിയമം പറയുന്നത് എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം എന്നാണ്. എന്നാൽ യഥാർത്ഥ സത്യം അതല്ല. പണവും സ്വാധീനമുള്ളവനും നിയമത്തിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോകുമ്പോൾ അജീഷിനെ പോലെയുള്ള പാവപ്പെട്ടവർ ഈ നിയമത്തിൻ്റെ ചങ്ങലയിൽ കുടുങ്ങിപ്പോകുന്നു. 500 രൂപയുടെ പ്രശ്നം തീർക്കാൻ 5 വർഷമെടുത്തു എന്നത് തന്നെ ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. അതെ, ഈ നിയമവാഴ്ചയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ്. ഇത് അജീഷിൻ്റെ മാത്രമല്ല, ഇത്തരത്തിൽ എത്രയോ ആളുകളുടെ പ്രശ്നമാണ്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഒരു മനുഷ്യൻ്റെ അധ്വാനത്തെ ഇത്ര ക്രൂരമായി നശിപ്പിക്കാൻ അനുവദിച്ചാൽ നാളെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതായിരിക്കും. അജീഷിന് നീതി ലഭിക്കാൻ സമൂഹം ഒന്നടങ്കം ശബ്ദമുയർത്തണം. ഭരണകൂടത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അജീഷിൻ്റെ JCB ഇനി പഴയതുപോലെ ആകുമോ എന്നത് വലിയ ചോദ്യമാണ്. 5 വർഷം തുരുമ്പെടുത്ത ആ യന്ത്രം വീണ്ടും പ്രവർത്തന സജ്ജമാക്കുക എന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരിക്കും. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അധികൃതർ ഏറ്റെടുക്കണം. നഷ്ടപരിഹാരവും നീതിയും അദ്ദേഹത്തിന് ലഭ്യമാകണം. അധികാരത്തിൻ്റെ ഗർഭ് മാറ്റിവെച്ച് ഒരു സാധാരണക്കാരൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ഭരണകൂടം തയ്യാറാകണം. അജീഷിൻ്റെ സ്വപ്നം തകർത്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം. വരും തലമുറയ്ക്കെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങളും അജീഷിൻ്റെ വേദന പങ്കുവയ്ക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതം ഇത്രമേൽ നിസ്സാരമായി തകർക്കപ്പെടാൻ അനുവദിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാകാം.